हमने बधाई कार्ड के बारे में पढ़े थे आपको याद കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രീറ്റിംഗ്സ് കാർഡിനെ പറ്റിയാണ് പഠിച്ചല്ലേ. होगी कि बधाई कार्ड कैसे बनाते हैं, उसके आकलन बिंदुओं पर भी हमने चर्चा की थी. അപ്പം എങ്ങനെയാണ് ഒരു ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. അതിന് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലേ. अच्छा बताइए, क्या है ये आकलन बिंदु? याद है आपको? आप बता सकते हैं? അപ്പോൾ അതിന് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ പറയാൻ പറ്റുമോ? बोलिए. हाँ, तो उन बिंदुओं को एक बार और देख लीजिए. देखिए, ये बधाई कार्ड का आकलन बिंदु है. അപ്പോൾ ആ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗ്രീറ്റിംഗ്സ് കാർഡിന് വേണ്ട പോയിന്റ്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെയായിരുന്നു അത്? बधाई कार्ड का आकलन और ये बधाई कार्ड के आकलन बिंदु है. देखिए, संबोधन, संदेशवाक्य, സംബോധന ചെയ്യണം അല്ലേ. ആർക്കാണോ അയക്കുന്നത് അയാളെ സംബോധന ചെയ്യണം. സന്ദേശവാക്യം, അതിനകത്ത് എന്താണ് സബ്ജക്റ്റ് എന്നുള്ള വിഷയം വേണം. ആകർഷക്, അതുപോലെ തന്നെ ആ ഗ്രീറ്റിംഗ്സ് കാർഡ് എന്താണ് വളരെ ആകർഷണീയമായിരിക്കണം അല്ലേ. ചിത്ര ജോഡന, അതിനകത്തിലേക്ക് മറ്റ് ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ച് ചേർക്കുകയൊക്കെ വേണം. ചിത്ര ജോഡന, अपना नाम, അതുപോലെ നിങ്ങളുടെ പേരും എഴുതിയിരിക്കണം. तो इसके बारे में पिछले कक्षा में हमने बताए थे. संबोधन क्या है, संदेश वाक्य क्या है और उसे आकर्षक बनाने के लिए क्या करना चाहिए. और चित्र, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംബോധന എന്താണ്, സന്ദേശവാക്യം എന്താണ്, അതുപോലെ ഗ്രീറ്റിംഗ്സ് കാർഡ് ആകർഷകമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ചിത്ര ജോഡന, ഇതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. जोड़कर उसके नीचे जब अपना नाम लिखेंगे तो इस तरह हमने बधाई कार्ड बनाए थे. കൂട്ടുകാരി, അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്താണ് ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കിയല്ലേ. ബധായി കാർഡ് തയ്യാറാക്കിയല്ലോ. ഞാൻ പറഞ്ഞ സൂചകങ്ങളെല്ലാം അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കുമല്ലോ. ബധായി കാർഡ് പല വിധത്തിലുണ്ട്. ഇവിടെ നമ്മൾ ജന്മദിൻ ബധായി കാർഡാണ് തയ്യാറാക്കിയത്. ശരി, എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. उसके बाद हमने निमंत्रण पत्र पर भी चर्चा की. यहाँ निमंत्रण पत्र किसने भेजा? അപ്പോൾ നമ്മൾ അന്ന് ഗ്രീറ്റിംഗ്സ് കാർഡ് പഠിച്ചതിന് ശേഷം പിന്നെ ഇൻവിറ്റേഷൻ കാർഡിനെ പറ്റിയും പഠിച്ചായിരുന്നല്ലേ. था? ഇവിടെ ആരാണ് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചത്? बोलिए. പറ. हाँ, मीना. മീനെ അല്ലേ. अच्छा, किसको भेजा था? മീനെ ആർക്കാണ് അയച്ചത്? याद है? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? हाँ, उसकी सहेली, अपनी सहेली निर्मल को. അപ്പോൾ അവളുടെ കൂട്ടുകാരി നിർമ്മലിനാണ് അവൾ ആ ക്ഷണക്കത്ത് അയച്ചത്, നിമന്ത്രൺ പത്രം അയച്ചത്. अच्छा, उसके बाद हमने किस पेड़ के बारे में चर्चा की? वो पेड़ का नाम याद है? അപ്പോൾ അതിനുശേഷം നമ്മൾ ഏത് മരത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്? ആ മരം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? बोलिए. गुलमोहर के पेड़ के बारे में, है ना? അപ്പോൾ ഗുൽമോഹറിൻ്റെ മരത്തെ പറ്റിയാണ് അല്ലേ, വാഗമരത്തെ പറ്റി. जो मीना के घर में है. മീനയുടെ വീട്ടിലുള്ള വാഗമരം, ഗുൽമോഹർ കാ പേട്. अच्छा, मीना यहाँ किसका जन्मदिन मनाने जा रही है? അപ്പം മീന ഇവിടെ ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത്? मीना यहाँ अपने गुलमोहर के पेड़ का जन्मदिन मनाने जा रही है. മീന ഇവിടെ അവളുടെ ഗുൽമോഹർ മരത്തിൻ്റെ പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത്. इसलिए उसकी सहेलियां भी वहां आई है. അതിന് അപ്പം ആ ജന്മദിനാഘോഷത്തിന് അവളുടെ കൂട്ടുകാരികളും അവിടെ എത്തിയിട്ടുണ്ട്. अच्छा, मीना अपने सहेलियों को लेकर कहाँ गई थी? ആ മീന അപ്പോൾ അവളുടെ കൂട്ടുകാരികളെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? बोलिए. जब वे आई थी, घर से वो कहाँ ले गई थी? അപ്പോൾ അവരവിടെ വീട്ടിലെത്തിയപ്പോൾ അവൾ വീട്ടിൽ എവിടോട്ടാണ് ആ കൂട്ടുകാരികളെ കൊണ്ടുപോയത്? हाँ, बगीचे में. ആ ബഗീച, അതെ, പൂന്തോട്ടത്തിലേക്കാണല്ലേ. और बगीचे में जाते वक्त वो बगीचे के सामने कुछ रखा हुआ था. അപ്പോൾ അവർ പൂന്തോട്ടത്തിലേക്ക് പോയപ്പം പൂന്തോട്ടത്തിൻ്റെ അടുത്ത് എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. क्या था वो? അതെന്തായിരുന്നു? एक पोस्टर. ठीक ഒരു है, പോസ്റ്റർ ആയിരുന്നു एक അല്ലേ. पोस्टर. और मैंने आपसे कहा था पोस्टर तैयार करने को.
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? अपनी अध्यापिका की मदद से आपने पूरा कर लिया होगा उसे। അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടെ അത് പൂർത്തിയാക്കിയായിരുന്നോ? अच्छा, अब आप पोस्टर बनाए हैं ना, दिखाइए। हाँ, बहुत अच्छा, അപ്പോൾ നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചേ. ആ, കൊള്ളാം, बढ़िया है। കൊള്ളാം, എല്ലാം കൊള്ളാം. अच्छा, मैं आपसे एक बात कहूं, यहां का पोस्टर किससे संबंधित है? यहाँ ഇവിടുത്തെ പോസ്റ്റർ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? जो हम चर्चा कर रहे हैं पोस्टर किससे संबंधित है, बोलिए। हाँ, गुलमोहर की वर्षगांठ से संबंधित। ആ, അപ്പോൾ ഗുൽമോഹറിൻ്റെ വർഷകാണ്ടുമായിട്ട് സംബന്ധിച്ചാണ്. വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ പിറന്നാളുമായിട്ട് സംബന്ധിച്ച പോസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? वर्षगांठ का अर्थ വർഷകാണ്ടിൻ്റെ അർത്ഥം എന്താണ് जानते हैं? നിങ്ങൾക്ക് അറിയാവോ? जन्मदिन। ജന്മദിനം. अच्छा, एक बात और पूछूं, क्या पोस्टर में स्थान, तारीख, समय आदि की आवश्यकता है? അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പോസ്റ്ററിൽ സ്ഥലത്തിൻ്റെയും താരിഖ് ഡേറ്റിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ? बोलिए। നിങ്ങൾ പറ. हाँ, जरूर। ഉറപ്പായിട്ടും വേണം അല്ലേ? ऐसे पोस्टर प्राय किसी न किसी कार्यक्रम से संबंधित होते हैं, तभी तो हमें पता चलेगा कि ये घटना कहां, किस दिन और कब होगी। അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്ററുകൾ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടിയെ പറ്റിയിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ പോസ്റ്ററിൽ ഈ പോയിന്റ്സ് ഉൾപ്പെടുത്തിയാൽ മാത്രമേ അത് ഏത് സ്ഥലത്ത് വെച്ചാണെന്നും ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. हम केवल संदेशों को जोड़कर भी पोस्टर बना सकते हैं, ठीक है? अब देखो, നമുക്ക് സന്ദേശങ്ങൾ ചേർത്തുകൊണ്ടും പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. पोस्टर को आकर्षक बनाना है, उसके लिए हम क्या क्या कर सकते हैं? അപ്പോൾ പോസ്റ്ററിനെ നമുക്ക് ആകർഷകമാക്കണം. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? बोलिए। हाँ, वर्णों के आकार की विविधता लाकर, जो उसका हेडिंग होता है, शीर्षक, उसे मोटे मोटे अक्षर में लिखकर, അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഉണ്ടാവില്ല, പോസ്റ്ററിൻ്റെ ഹെഡിങ് മോട്ടെ അക്ഷരം, അതായത് വലിയ അക്ഷരത്തിൽ ഹെഡിങ് എഴുതുക. उसकी वर्ण के आकार में विविधता लाकर, അതുപോലെ അതിനകത്തിലെ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഉള്ള നിറങ്ങൾക്ക് പലതരത്തിലുള്ള നിറങ്ങൾ കൊടുക്കുക. विभिन्न रंगों का प्रयोग करके, വിഭിന്ന രംഗോങ്ക പലതരത്തിലുള്ള നിറങ്ങളുടെ പ്രയോഗം നടത്തുക. ठीक है? और क्या? പിന്നെന്തൊക്കെയാണ്? हाँ, चित्रों का इस्तेमाल करके ചിത്രങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം. पोस्टर के लिए उचित चित्र हम उसमें खींच सकते है ना? അപ്പോൾ പോസ്റ്ററിൽ അതിൽ ഉചിതമായിട്ടുള്ള ചിത്രങ്ങളും നമുക്കതിൽ ചേർക്കാം. പൂന്തോട്ടത്തിന് മുന്നിലുള്ള പോസ്റ്ററിനെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. പോസ്റ്ററിൽ സമയവും തീയതിയും സ്ഥലവും വേണമെന്ന് നമുക്കറിയാം. അതുമാത്രം മതിയോ? പോരാ, അക്ഷരങ്ങളിൽ വലിപ്പ ചെറുപ്പം വരുത്തി ഭംഗിയായി എഴുതണം. നിറങ്ങൾ നൽകി ചിത്രങ്ങൾ വരച്ചും അവ മികച്ചതാക്കണം. കാര്യപരിപാടികളുടെ പോസ്റ്ററുകളും സന്ദേശം തരുന്ന പോസ്റ്ററുകളും ഉണ്ട്. ഇവിടെ കാര്യപരിപാടിയുടെ പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ? എങ്കിൽ നമുക്ക് തുടരാം. ठीक है। अच्छा, एक बार और कहूं तो देखो, पोस्टर ഓക്കെ, ഒരു വട്ടം കൂടി പറയാം. का आकलन बिंदुओं को देखें। विषय, അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. स्थान, तारीख, समय, ഇപ്പോൾ വിഷയം വേണം. ആ പോസ്റ്റർ എന്ത് വിഷയത്തെ എടുത്താനുമൊക്കെ ഉള്ളതാണെന്ന് വേണം. സ്ഥാൻ, അത് ഏത് സ്ഥലത്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വേണം. താരിഖ്, അത് ഏത് ഡേറ്റിലാണെന്നുള്ളത് വേണം. സമയം, ഏത് സമയത്താണെന്നുള്ളതും. പിന്നെ ആകർഷക്, ആ പോസ്റ്റർ ആകർഷകവുമായിരിക്കണം. आकर्षक, आकर्षक बनाने के लिए वर्णों के आकार की विविधता, അപ്പം ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള നിറങ്ങൾ ചേർക്കാം. അതുപോലെ തന്നെ പല ചിത്രക്ക ഇസ്തേമാൽ, അതായത് പല ആ പോസ്റ്ററിന് ഉചിതമായിട്ടുള്ള ചിത്രങ്ങളും ചേർക്കാം.
विभिन्न रंगों का प्रयोग और चित्रों का इस्तेमाल, उसी से वो आकर्षक बनता है। अच्छा बच्चों, इसके आधार पर आप अपने पोस्टर का परिमार्जन कर सकते हैं। जो पहले बनाए थे ना, सुधार के लिए अपने अध्यापिका की मदद भी ले सकते हैं। उसके അപ്പം നിങ്ങൾ ഈ പോയിന്റ്സ് അടിസ്ഥാനപ്പെടുത്തി പോസ്റ്റർ ഉണ്ടാക്കുക. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയായിരുന്നില്ലേ? അപ്പം അത് ഒന്നുകൂടി നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. पोस्टर एकत्र करके अपनी कक्षा में प्रदर्शनी भी चला सकते हैं। അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പോസ്റ്ററും കൂടി ഒരുമിച്ചാക്കിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു പ്രദർശനവും നടത്താവുന്നതാണ്. നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ ഒന്ന് നോക്കിയേ. വിഷയം, സ്ഥലം, തീയതി, സമയം ഇവ രേഖപ്പെടുത്തിയോ? തലക്കെട്ടൊക്കെ ഭംഗിയാക്കിയോ? ചിത്രങ്ങളോ? അതും ചേർത്തു അല്ലേ? കൊള്ളാം. ഇനി അവയെല്ലാം ചേർത്ത് ക്ലാസ്സിൽ ഒരു പ്രദർശനമാകാം അല്ലേ? अच्छा, अब हम आगे बढ़ते हैं. देखें, हमारे किताब में एक चित्र है. इसे देखो. നമ്മുടെ പുസ്തകത്തിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ നോക്കിക്കേ. देख लिया? കണ്ടോ? अच्छा, चित्र में कौन कौन दिख रहे हैं? ചിത്രത്തിൽ നിങ്ങൾ ആരെയൊക്കെ കാണുന്നുണ്ട്? बोलिए. പറയൂ. एक पेड़ है और ഏക് പേഡ് ഹേ, ഒരു മരം ഉണ്ടല്ലേ? बहुत सारे लड़कियां हैं. ആ, പിന്നെ ഒരുപാട് പെൺകുട്ടികൾ നിൽപ്പുണ്ടല്ലേ? कुछ लड़कियां एक पेड़ के नीचे खड़ी हैं. കുറച്ച് പെൺകുട്ടികൾ ആ മരത്തിൽ താഴെയായിട്ട് നിൽപ്പുണ്ടല്ലേ? क्या आप बता सकते हैं कौन है? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവരാരാണെന്ന്? हाँ, ये मीना और उसकी सहेलियां हैं. അത് മീനയും മീനയുടെ കൂട്ടുകാരികളുമാണ്. सहेलियों के हाथों में क्या है? കൂട്ടുകാരികളുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ध्यान से देखिए. ശ്രദ്ധിച്ചു നോക്കിയേ. हाँ, कुछ उपहार है. ആ, എന്തോ ഒരു സമ്മാനമാണല്ലേ? वे जन्मदिन में भेंट देने के लिए आए हैं. അവർ ജന്മദിനത്തിൽ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ്. ഫേണ്ട് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം എന്നാണ് അർത്ഥം. इसको मीना को. ആർക്കാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്? മീനയ്ക്കല്ലേ? अच्छा बताइए, वे किस पेड़ के नीचे खड़े हैं? ആ, ഇനി നിങ്ങൾ പറഞ്ഞ അത് അവർ ഏത് മരത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്? गुलमोहर के नीचे. ഗുൽമോഹറിൻ്റെ താഴെയാണല്ലേ? वे आपस में बातें करते हैं. निर्मल पूछती है, അവർ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നിർമ്മൽ അപ്പം ചോദിച്ചു, मीना ये बताओ, गुलमोहर का जन्मदिन क्यों मना रही हो? അപ്പോൾ നിർമ്മൽ മീനയോട് ചോദിച്ചു, മീന നീ ഇത് പറ, നീ എന്തിനാണ് ഈ ഗുൽമോഹറിൻ്റെ അല്ലെങ്കിൽ ഈ വാഗമരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്? निर्मल के इस प्रश्न का क्या उत्तर दिया होगा मीना? അപ്പം നിർമ്മലിൻ്റെ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരവായിരിക്കും മീന കൊടുത്തത്? बोलिए. നിങ്ങളൊന്ന് പറയൂ. हाँ, मीना कहती है, ये बेचारा पिछले रविवार को ही कटा जाने वाला था. അപ്പം മീന പറയും, ഈ പാവം മരം കഴിഞ്ഞ രവിവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച ഈ പാവം മരത്തെ മുറിച്ച് കളയേണ്ടതായിരുന്നു. गुलमोहर के पेड़ को काट दिया जाएगा. ഈ ഗുൽമോഹർ മരത്തിനെ വെട്ടിക്കളയേണ്ടതായിരുന്നു. बच्चों, क्या आप उसका कारण जानते हैं? അപ്പം എന്തിനാണ് ആ മരം വെട്ടുന്നത്? അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാവോ? मैं बताता हूँ. अच्छा, तो सुनिए. കേട്ടോ. കൂട്ടുകാരെ നോക്കൂ, മീനയുടെ വീട്ടിൽ അവളുടെ കൂട്ടുകാരെത്തി സമ്മാനങ്ങളുമായി. ഗുൽമോഹറിന്റെ ജന്മദിന ആഘോഷങ്ങൾക്കായിട്ടാണ് അവർ എത്തിയത്. എന്തിനാണ് ഗുൽമോഹറിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്ന ചോദ്യത്തിന് മീന നൽകിയ ഉത്തരം കേട്ടുവോ? ഈ പാവം മരം കഴിഞ്ഞ ഞായറാഴ്ച തന്നെ വെട്ടി മാറ്റപ്പെടുമായിരുന്നു. പക്ഷേ മീന പറഞ്ഞു നിർത്തി. എന്താകും കാരണം? നോക്കാം. 6 साल पहले
मीना की मां ने बगीचे में गुलमोहर के दो दो पौधे लगवाए थे. 6 വർഷം മുമ്പ് മീനയുടെ അമ്മ പൂന്തോട്ടത്തിൽ, ബഗീജ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, പൂന്തോട്ടത്തിൽ ദോദോ പൗതേ, അപ്പോൾ രണ്ട് തൈകൾ, ഗുൽമോഹറിൻ്റെ രണ്ട് തൈകൾ നട്ടായിരുന്നു. कुछ साल बाद एक में से पीले रंग के फूल आए. दो लगाए थे. അപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞപ്പം അതിലൊരു മരത്തിൽ നിന്ന് പീലെ രംഗ്, അതായത് മഞ്ഞ കളറുള്ള പൂക്കൾ വന്നു. एक में से पीले रंग के फूल आए. അപ്പോൾ ദോദോ ലഗായ 2 തൈകൾ നട്ടായിരുന്നു, പക്ഷെ അതിൽ ഒരെണ്ണത്തിൽ നിന്ന് മാത്രമേ പൂക്കൾ വന്നുള്ളൂ. അതിൽ നിന്ന് ഏത് കളർ പൂവാ വന്നേ? പീലെ രംഗ്. പീലെ രംഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ. लेकिन 4 साल के बाद भी इस गुलमोहर के पेड़ पर फूल नहीं आए. പക്ഷേ ഈ ഗുൽമോഹർ, ഈ വാഗമരത്തിൽ നിന്ന് 4 വർഷം കഴിഞ്ഞിട്ടും പൂക്കളൊന്നും വന്നില്ല. इसलिए वे इस पेड़ को काटने का निश्चय करती है. അതുകൊണ്ടാണ് മീനയുടെ വീട്ടുകാർ ആ മരത്തെ വെട്ടാനുള്ള തീരുമാനം എടുത്തത്. अच्छा बताओ, किसने गुलमोहर का पेड़ लगाया? അപ്പം ഒരു ചോദ്യം, ആരാണ് ഗുൽമോഹറിന്റെ മരം നട്ടത്? उस बगीचे में, ആ मीना के പൂന്തോട്ടത്തിൽ, घर के बगीचे में किसने गुलमोहर का पेड़ लगाया? മീനയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ആരാണ് ആ ഗുൽമോഹറിന്റെ മരം നട്ടത്? हाँ बोलिए. माम ने. ആ, അമ്മയാണല്ലേ, മാംനെ, അമ്മയാണ് ആ മരം നട്ടത്. की मां ने. कितने साल पहले? എത്ര വർഷം മുമ്പായിരുന്നു? बताओ. हाँ 6 साल पहले. ठीक है. 6 വർഷം മുമ്പായിരുന്നു അല്ലേ? 6 സാൽ പഹലെ, 6 വർഷം മുമ്പാണ് മീനയുടെ അമ്മ അവിടെ ആ മരം നട്ടത്. 6 साल पहले मीना की मां ने मीना के घर के बगीचे में गुलमोहर के पेड़ को लगाया था. अच्छा. 6 വർഷം മുമ്പ് മീനയുടെ അമ്മയാണ് മീനയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഈ ഗുൽമോഹറിന്റെ മരം അല്ലെങ്കിൽ വാഗമരം നട്ടത്. एक गुलमोहर के पौधे में फूल आए. ഒരു ഗുൽമോഹറിന്റെ ചെടിയിൽ നിന്ന് പൂ വന്നു. उनका रंग क्या था? അതിന്റെ നിറം എന്തായിരുന്നു? बताइए. हाँ पीले रंग के. പീലെ രംഗ് അല്ലേ, മഞ്ഞ കളറായിരുന്നു. अच्छा तो बताइए, मीना की माँ गुलमोहर के पेड़ को क्यों कटवाना चाहती है? അപ്പം നിങ്ങൾ പറഞ്ഞു, അപ്പം മീനയുടെ അമ്മ എന്തിനാണ് ഗുൽമോഹറിന്റെ മരം വെട്ടിക്കളയണമെന്ന് വിചാരിച്ചത്? बोलिए, कुछ कारण है क्या? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? 4 साल होने पर भी गुलमोहर के पेड़ पर फूल नहीं आए. 4 വർഷമായിട്ടും ഗുൽമോഹറിന്റെ മരത്തിൽ നിന്ന് എന്താണ്, പൂക്കളൊന്നും വന്നില്ല. इसलिए അതുകൊണ്ടാണ് माँ उसे कटवाना चाहती है. അതുകൊണ്ടാണ് അമ്മ ആ മരം വെട്ടണമെന്ന് വിചാരിച്ചത്. कि माँ ने 2 पेड़ लगाए, एक में फूल आए. 4 साल के बाद भी इस गुलमोहर के पेड़ में फूल नहीं आए. इसलिए माँ उसे कटवाना चाहती है. ഇപ്പം മീനയുടെ അമ്മ 2 ചെടിയാണ് നട്ടത് ഗുൽമോഹറിൻ്റെ. അതിലൊരെണ്ണത്തിൽ പൂക്കൾ വന്നു, മറ്റേതിൽ 4 വർഷമായിട്ടും പൂക്കൾ വന്നില്ല. അതുകൊണ്ടാണ് മീനയുടെ അമ്മയ്ക്ക് അത് വെട്ടിക്കളയണമെന്ന് തോന്നിയത്. लेकिन मीना ने माँ से कहा, अगली बार गर्मी में फूल ना आए तो इसे कटवा दीजिए. പക്ഷേ അപ്പം മീന അമ്മയോട് എന്താ പറഞ്ഞത് വെട്ടണമെന്ന് പറഞ്ഞപ്പം? അമ്മേ, അടുത്ത വർഷം സമ്മർ ആവുമ്പം, വേനൽക്കാലം ആവുമ്പം ഈ മരത്തിൽ പൂക്കൾ വന്നില്ലെങ്കിൽ അമ്മ അത് വെട്ടിക്കളഞ്ഞു. 6 വർഷം മുമ്പ് അമ്മ നട്ട 2 ഗുൽമോഹറിൽ ഒന്നിൽ മാത്രം 4 വർഷം കഴിഞ്ഞിട്ടും പൂവ് വിടർന്നില്ല. ആ മരം മുറിക്കാൻ അമ്മ തീരുമാനിച്ചു. അടുത്ത വേനൽ വരെയെങ്കിലും കാത്തിരിക്കാം എന്ന മീനയുടെ അപേക്ഷ ഒടുവിൽ അമ്മ കേട്ടു. മീന उस पेड़ को बहुत चाहती थी. उसके पत्ते, उसकी മീനയ്ക്ക് ആ മരം വളരെയധികം ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇലകൾ, डालियां, അതിൻ്റെ ശിഖരങ്ങൾ, ഡാലിയ എന്ന് പറഞ്ഞ ശിഖരങ്ങൾ, ठंडी ठंडी छाया, അവിടുത്തെ തണുത്ത തണൽ, അവിടുത്തെ ആ മരം നൽകിയിരുന്ന തണലുകൾ, सब मीना को पसंद था. അത് മുഴുവൻ മീനയ്ക്ക് ഇഷ്ടമായിരുന്നു. अच्छा
अब हमारी पुस्तक की ओर चले, देखिए ये भाग देखो। അപ്പം നമുക്ക് പുസ്തകത്തിലെ ഈ ഭാഗത്തിലേക്ക് നോക്കാം. क्योंकि इस पर फूल नहीं आ रहे थे, 6 साल पहले घर तैयार हो जाने के बाद मां ने बगीचा लगवाया, हरी घास लगवाई, फूलों की क्यारियां बनवाई, अमरूद, आम और गुलमोहर के 2-2 पौधे लगवाए. तो 6 साल पहले मीना का घर तैयार हो जाने के बाद അപ്പം 6 വർഷം മുമ്പ് മീനയുടെ വീട് വെച്ചതിന് ശേഷം मां ने क्या किया? അമ്മ എന്താണ് ചെയ്തത്? मां ने एक बगीचा लगवाया. അമ്മ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി അല്ലേ? और उस बगीचे में क्या क्या लगवाए? ആ പൂന്തോട്ടത്തിൽ അമ്മ എന്തൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചത്? बगीचे में हरी घास लगवाई और പച്ച പുൽച്ചെടികൾ, ഹരി ഘാസ് ലഘുവായി പച്ച പുൽച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു. फूलों की क्यारियां बनवाई പൂമെത്തകൾ വെച്ച് പിടിപ്പിച്ചു. और अमरूद, आम और गुलमोहर के 2-2 पौधे लगाए. അമരൂദ് എന്ന് പറഞ്ഞാൽ പേരമരമാണ്, പേരമരം. ആം എന്ന് പറഞ്ഞാൽ മാവാണ്, മാവ്. പിന്നെ ഗുൽമോഹറിൻ്റെ രണ്ട് ചെടികളും വെച്ച് പിടിപ്പിച്ചു. अच्छा, आपने पढ़ लिया ना? നിങ്ങൾ വായിച്ചോ? मैं आपसे एक प्रश्न पूछूं, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. उत्तर बता सकते हो? अच्छा, तो देखो इनमें से सही प्रस्ताव कौन सा है? അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? बगीचे में गुलमोहर का एक पौधा लगाया. പൂന്തോട്ടത്തിൽ ഗുൽമോഹറിൻ്റെ ഒരു തൈ നട്ടു, അല്ലെ ഒരു ചെടി നട്ടു. बगीचे में गुलमोहर के 2 पौधे लगाए. പൂന്തോട്ടത്തിൽ ഗുൽമോഹറിൻ്റെ 2 ചെടികൾ നട്ടു. बगीचे में गुलमोहर के 3 पौधे लगाए. एक बार और कहूं, പൂന്തോട്ടത്തിൽ ഗുൽമോഹറിൻ്റെ 3 മരങ്ങൾ നട്ടു. बगीचे में गुलमोहर का एक पौधा लगाया. बगीचे में गुलमोहर के 2-2 पौधे लगाए. बगीचे में गुलमोहर के 3 पौधे लगाए. बता सकते हो क्या? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? നമ്മൾ മീനയുടെ അമ്മ എത്ര തൈകളായിരുന്നു ആ പൂന്തോട്ടത്തിൽ നട്ടത്? നമ്മളത് പറഞ്ഞല്ലേ, എത്രയായിരുന്നു? एक पौधा लगाया ഒരു या തൈയാണോ? 2-2 लगाए या 3? ഒരു തൈയാണോ അതോ 2 തൈയാണോ അതോ 3 തൈയാണോ? बोलिए उत्तर क्या होगा? ഉത്തരം എന്താണ്? देखो, हाँ, बगीचे में गुलमोहर के 2-2 पौधे लगाए थे. പൂന്തോട്ടത്തിൽ ഗുൽമോഹറിൻ്റെ 2 തൈകളാണ് നട്ടതല്ലേ? अच्छा, अब आगे क्या हुआ देखते हैं. പിന്നെന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. मीना बहुत उदास थी. आपको पता है क्यों? അപ്പം മീന ഭയങ്കര ദുഃഖിതയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? वो चुपके चुपके पेड़ को पानी देती थी. അവിടെ ആരും കാണാതെ ചുപ്കെ ഒളിച്ച് ആ മരത്തിന് വെള്ളം ഒഴിക്കുകയായിരുന്നു. फिर भी इस गर्मी में उसमें फूल नहीं खिले. എന്നിട്ടും ഈ വേനൽക്കാലത്ത് അതിൽ പൂക്കളൊന്നും വന്നില്ല, പൂക്കൾ വിടർന്നില്ല. माँ ने माली से कहा वो पेड़ काट दो. അമ്മ മാലിയോട് പറഞ്ഞു ആ മരം വെട്ടിക്കളയാൻ. माली का अर्थ क्या है? മാലിയുടെ അർത്ഥം എന്താണെന്ന് അറിയോ? जानते हैं ना आप? നിങ്ങൾക്കറിയോ? माली, ये देखो, ഇതാണ്, ये है माली का चित्र. ഇത് മാലിയുടെ ചിത്രം. ഇതാണ് മാലി എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? माली जो बगीचे में काम करता है. പൂന്തോട്ടം പരിപാലിക്കുന്ന ആളെയാണ് മാലി എന്ന് പറയുന്നത്. तो माँ ने माली से कहा कल ही पेड़ काट दो. അപ്പം അമ്മ ആ മാലിയോട് പറഞ്ഞു നാളെ തന്നെ മരം വെട്ടിക്കളഞ്ഞോളാം, ആ ഗുൽമോഹറിൻ്റെ മരം വെട്ടിക്കളഞ്ഞോളാം. उदास होकर मीना सोने चली गई.
അങ്ങനെ വിഷമത്തോടെ മീന ഉറങ്ങാനായിട്ട് പോയി. अच्छा बताओ, क्या माली ने पेड़ को काटा होगा? അപ്പം നിങ്ങളൊന്ന് പറഞ്ഞേ, മാലി ആ മരം വെട്ടി കാണുമോ? मैं आपसे पूछना चाहता हूं, मेरा प्रश्न ये है, क्या पेड़ों को काटना उचित है? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ മരങ്ങളെ വെട്ടുന്നത് ഉചിതമാണോ, നല്ലതാണോ? क्यों? पेड़ों को काटना उचित है क्या? बताइए। नहीं, അല്ല पेड़ അല്ലേ? को काटना नहीं चाहिए ना? അതെ, മരങ്ങൾ വെട്ടുന്നത് നല്ല ഒരു കാര്യമല്ല. क्यों? എന്തുകൊണ്ടാ? पेड़ों को काटना उचित नहीं है क्योंकि पेड़ों को काटने से पर्यावरण में बदलाव आते हैं. ആ, മരങ്ങൾ വെട്ടിയാൽ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ വ്യതിയാനം സംഭവിക്കും അല്ലേ? पर्यावरण का अर्थ समझते ना? पर्यावरणന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? मौसम में, हमारे मौसम में ആ, മോസം, കാലാവസ്ഥ അല്ലേ? മോസം ബദൽ ജാത്താ ഹേ, കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും, बदलाव आते हैं, मौसम बदल जाता है. മാറ്റം സംഭവിക്കും. ठीक है. और क्या क्या होता है? പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മരം വെട്ടിക്കളഞ്ഞാൽ? हरियाली की कमी हो ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ്. പച്ചപ്പ് കുറയും അല്ലേ? ഭൂമിയിലുള്ള പച്ചപ്പെല്ലാം കുറയും. जाती है, हमारी हरियाली कम हो जाती है. अगर पेड़ नहीं हो तो ये धरती सूनी हो जाती है और हमारे वातावरण में हमारे चारों तरफ गर्मी बढ़ती है. അപ്പം മരങ്ങളില്ലെങ്കിൽ നമ്മുടെ ഭൂമിയൊക്കെ വരണ്ടതാവും. അതുപോലെ വാതാവരണമേ ഗർമി ബഡ്ത്തി ഹെ, വാതാവരണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, അന്തരീക്ഷത്തിലെല്ലാം ചൂട് കൂടും അല്ലേ? धरती में, जो भूमि में जल का स्तर नीचा हो जाता है. ഭൂമിയിൽ ജൽകാസ്തർ, അതായത് വെള്ളത്തിൻ്റെ ലെവല്, ജലത്തിൻ്റെ ലെവല് ഭൂമിയിലുണ്ടായിരുന്നത് കുറയും, താഴേക്ക് പോകും ആ വെള്ളം ലെവല്. पानी की कमी होती है. അങ്ങനെ വെള്ളത്തിനും ക്ഷാമം अगर ഉണ്ടാവും. ये पेड़ ना हो तो बाढ़ भी आ जाती है. हमें ये पता है कि पेड़ होने के कारण ही हमें शुद्ध वायु मिलती है. അപ്പം നമുക്കറിയാം, ഈ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ശുദ്ധവായു ലഭിക്കുന്നത്. पेड़ों को बचाना प्रकृति को बचाना है. മരങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. अच्छा, एक बार और देखिए, मैंने कहा पेड़ों को काटना उचित नहीं है. इसका അപ്പം അധ്യാപകൻ പറഞ്ഞായിരുന്നു മരങ്ങളെ വെട്ടുന്നത് ഉചിതമല്ലെന്ന്. അപ്പം അതിൻ്റെ കാരണം നമുക്ക് ഒരു വെട്ടോടെ നോക്കാം. कारण क्या है? बहुत से कारण है. ഒരുപാട് കാരണങ്ങളുണ്ട്. पेड़ों को काटने से पर्यावरण में बदलाव आता है. നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ പര്യാവരണം, അതായത് അന്തരീക്ഷത്തിൽ മാറ്റങ്ങളുണ്ടാവും. पर्यावरण में बदलाव आने का मतलब हमारे मौसम बदल जाते हैं. അതായത് നമ്മുടെ കാലാവസ്ഥയെല്ലാം മാറും. वर्षा नहीं होती, മഴ गर्मी ഉണ്ടാവില്ല. बढ़ती रहती है, पानी नहीं मिलता. അപ്പം മഴ ഉണ്ടാവും, ചൂട് കൂടിക്കൊണ്ടിരിക്കും, അങ്ങനെ വെള്ളം കിട്ടാതാകും, हरियाली की कमी होती है. പച്ചപ്പില്ലാതാകും. अगर पेड़ नहीं हो तो ये धरती सूनी हो जाती है. അങ്ങനെ മരങ്ങളില്ലെങ്കിൽ നമ്മുടെ ഭൂമിയും വരണ്ടുകൊണ്ടിരിക്കും. धरती में जो जल है उसका स्तर नीचे हो जाता है. അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള ആ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. पेड़ ना हो तो बाढ़ भी आ जाती है. അല്ലെങ്കിൽ ബാഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്, വെള്ളപ്പൊക്കവും ഉണ്ടാകും. और क्या कहा मैंने? पेड़ होने के कारण ही हमें शुद्ध वायु मिलता है. പിന്നെ സാർ എന്തായിരുന്നു പറഞ്ഞത്? മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നത്. ये पेड़ को बचाना प्रकृति को बचाना है. ഈ മരത്തെ രക്ഷിക്കുക അല്ലെങ്കിൽ വൃക്ഷങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് പ്രകൃതിയെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. आप पेड़ की रक्षा करेंगे ना? നിങ്ങൾ മരത്തിന്റെ രക്ഷ ചെയ്യില്ലേ? മരങ്ങളെ രക്ഷിക്കുകയില്ലേ? करना है, जरूर മരങ്ങളെ ഉറപ്പായിട്ടും സംരക്ഷിക്കണം. करना है हमें.
तो यहां मैंने पेड़ों को बचाने के बारे में हमने जो चर्चा की, आप ऐसा कीजिए, पेड़ के महत्व पर एक लेख लिखिए. അപ്പം നമ്മളിപ്പോൾ ഇവിടെ മരങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തതല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പേട് കെ മഹത്വർ, മരങ്ങളുടെ മഹത്വത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ऊपर जो बातें हमने जो चर्चा की उसके आधार पर, ठीक है. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ആ കാര്യങ്ങളെ കൂടി ചേർത്ത് വെച്ച് വേണം നിങ്ങൾ ആ കുറിപ്പ് തയ്യാറാക്കാൻ. और लिखने के बाद या लिखते समय आपको कोई शंका हुई तो अपनी अध्यापिका की मदद ले सकते हैं. അപ്പം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ അധ്യാപികയെ കാണിക്കാവുന്നതാണ്. ठीक है. പ്രിയ കൂട്ടുകാരെ, മരങ്ങളെ സംരക്ഷിക്കുന്ന കാര്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്തതെന്ന് മനസ്സിലായല്ലോ. മരങ്ങൾ നശിച്ചാൽ അത് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. ഭൂമിയിലെ ഹരിതം നഷ്ടപ്പെടുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും ഭൂമിയിലെ ജലത്തിന്റെ അളവ് താഴ്ന്നു പോവുകയും ചെയ്യും. മരങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. കൂട്ടുകാർക്ക് മരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ശരി, എങ്കിൽ നമുക്ക് തുടരാം. अच्छा, तो इस लेख लिखने के बाद आप इस आकलन सूची पर भी ध्यान दीजिए. आकलन सूची अगर आप समझेंगे तो आपको लिखने आसान होगा. അപ്പം നിങ്ങൾ ഈ കുറിപ്പ് എഴുതുന്നതിന് മുമ്പ് ഈ പറയുന്ന പോയിന്റ്സ് കൂടി നോക്കുക. ഈ പോയിന്റ്സ് കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കുറിപ്പ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. अच्छा, क्या है यहाँ का आकलन सूची? पेड़ों के महत्व और विशेषताओं का उल्लेख है. संरक्षण की आवश्यकता पर बल दिया है. हमें पेड़ों को क्यों बचाना है. ऊपर हमने जो चर्चा की थी, पेड़ों के बारे में जो बताए थे, प्रकृति में पेड़ों की जरूरत के बारे में बताए थे, पेड़ों के होने से हमारी जो धरती को जो लाभ मिलता है उसके बारे में चर्चा की थी. तो इन आवश्यकताओं पर बल दिया गया है इस लेख में, ठीक है. और उसके बाद आशयों हमने बधाई कार्ड के बारे में पढ़े थे. आपको याद കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രീറ്റിംഗ്സ് കാർഡിനെ പറ്റിയാണ് പഠിച്ചല്ലേ. होगी कि बधाई कार्ड कैसे बनाते हैं. उसके आकलन बिंदुओं पर भी हमने चर्चा की थी. അപ്പം എങ്ങനെയാണ് ഒരു ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. അതിന് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലേ. अच्छा बताइए, क्या है ये आकलन बिंदु? याद है आपको? आप बता सकते हैं? അപ്പോൾ അതിന് വേണ്ട പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ പറയാൻ പറ്റുമോ? बोलिए. हाँ, तो उन बिंदुओं को एक बार और देख लीजिए. देखिए, ये बधाई कार्ड का आकलन बिंदु है. അപ്പോൾ ആ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗ്രീറ്റിംഗ്സ് കാർഡിന് വേണ്ട പോയിന്റ്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെയായിരുന്നു അത്? बधाई कार्ड का आकलन और ये बधाई कार्ड के आकलन बिंदु है. देखिए, संबोधन, संदेशवाक्य, സംബോധന ചെയ്യണം അല്ലേ. ആർക്കാണോ അയക്കുന്നത് അയാളെ സംബോധന ചെയ്യണം. സന്ദേശവാക്യം, അതിനകത്ത് എന്താണ് സബ്ജക്റ്റ് എന്നുള്ള വിഷയം വേണം. आकर्षक, അതുപോലെ തന്നെ ആ ഗ്രീറ്റിംഗ്സ് കാർഡ് എന്താണ് വളരെ ആകർഷണീയമായിരിക്കണം അല്ലേ. ചിത്ര ജോഡണം, അതിനകത്തിലേക്ക് മറ്റ് ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ച് ചേർക്കുകയൊക്കെ വേണം. चित्र जोड़ना, अपना नाम. അതുപോലെ നിങ്ങളുടെ പേരും എഴുതിയിരിക്കണം. तो इसके बारे में पिछले कक्षा में हमने बताए थे. संबोधन क्या है, संदेश वाक्य क्या है और उसे आकर्षक बनाने के लिए क्या करना चाहिए. और चित्र, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംബോധന എന്താണ്, സന്ദേശവാക്യം എന്താണ്, അതുപോലെ ഗ്രീറ്റിംഗ്സ് കാർഡ് ആകർഷകമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ചിത്ര ജോഡന, ഇതിനെപ്പറ്റിയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. जोड़कर उसके नीचे जब अपना नाम लिखेंगे तो इस तरह हमने बधाई कार्ड बनाए थे. കൂട്ടുകാരെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്താണ് ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കിയല്ലേ. തന്നിരിക്കുന്ന വിഷയവും
അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ടുണ്ടാകണം. ആശയങ്ങൾ ക്രമമായി രേഖപ്പെടുത്തണം. ഉചിതമായ ശീർഷകം നൽകണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലേഖ അല്ലെ നമ്മുടെ കുറിപ്പ് മികച്ചതാകും. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. ശരി, എങ്കിൽ നമുക്ക് തുടരാം. ठीक है, तो इतना ही है आज की कक्षा. तो एक बार मैं फिर से दोहराना चाहता हूं. तो हमने मीना के घर के बारे അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടി ഇന്ന് പഠിച്ചതെല്ലാം നോക്കാം. में, उसके गुलमोहर के पेड़ के बारे में, और इस गुलमोहर का पेड़ जो काटने वाला था या कटवाने के लिए माँ ने माली से कहा था, लेकिन അപ്പോൾ നമ്മൾ മീനയുടെ വീട്ടിലെ ഗുൽമോഹർ മരത്തെ പറ്റി പഠിച്ചു. അതുപോലെ അമ്മ മാലിയുടെ ആ മരം വെട്ടാൻ പോകുന്നതിനെ പറ്റി പഠിച്ചു. उस गुलमोहर के पेड़ में फूल आया और वो पेड़ बच गया. इस खुशी में ही मीना अपनी सहेलियों को बुलाई थी और उसका जन्मदिन वर्षगांठ मनाए जा रहे थे. പക്ഷേ ആ ഗുൽമോഹറിൻ്റെ മരത്തിൽ പൂക്കൾ വന്നിരുന്നു. അതുകൊണ്ട് ആ മരം രക്ഷപ്പെടുകയും ചെയ്തു. ആ ഒരു കാര്യത്തിലാണ് മീനയുടെ കൂട്ടുകാർ മീനയുടെ കൂട്ടുകാരെ അതിൻ്റെ ജന്മദിനം ആഘോഷിക്കാനായി വിളിക്കുന്നത്. उनके बगीचे में ये सब हमने देखा. एक कहानी आपको पसंद आई होगी. संतोष साहनी ने इसे लिखा है. तो അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും അല്ലേ? അപ്പോൾ സന്തോഷ് സാനിയാണ് ഈ കഥ എഴുതിയത്. तो इस पाठ के बाद हम भी अपने घर में जो पेड़ है, जो पेड़ को हम पालते या नहीं पालते, तो आप पेड़ों को पालना शुरू कीजिए, पेड़ों को लगाना शुरू कर दीजिए. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള മരങ്ങളെ സംരക്ഷിക്കുക. അഥവാ നിങ്ങൾ മരങ്ങളൊന്നും സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കാൻ തുടങ്ങുക. और जो पेड़ आप लगाए हुए हैं उसे आप संभाल के रखें, क्योंकि നിങ്ങൾ നട്ടിട്ടുള്ള മരങ്ങളെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുക. हमने कहा था कि पेड़ों को लगाना ही इस प्रकृति को बचाना है. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മരം നടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന്. ठीक है, धन्यवाद. നന്ദി.